ഹലോ അസ്സാം വലൈക്കും. അപ്പം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? അങ്ങനെതാ രാവിലെ തന്നെ ഞങ്ങൾ എളുപ്പം വീട്ടിലത്തെ പണിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചതാ മക്കളുടെ സ്കൂൾക്ക് പോകട്ടോ. ഫസ്റ്റ് തന്നെ വലിയ ആളുടെ TC മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ മക്കളിതാ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത TC മേടിച്ച് കഴിഞ്ഞ് ഞാനും മക്കളും പോവാന്നുള്ള പ്ലാനിൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവൾ ഫ്രണ്ട്സുകളിനൊക്കെ കാണാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഇതാ മക്കൾ പാർക്കിൽ ഒരേ കളി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് അവർക്ക് രണ്ടാക്കും കളിക്കാൻ സമയം അനുവദിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഓട്ടോ കയറിയിട്ട് നമ്മൾ വേറെ മണിക്കുട്ടനെ TC ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ചേർത്ത് കൊടുക്കണമല്ലോ. അങ്ങനെ ഇനി സ്കൂളിലോട്ട് പോയിട്ടോ. ഹയ അവിടെ പഠിക്കണത് LKG, ഇപ്പോൾ UKGയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പളിന് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പ്രിൻസിപ്പളിനൊക്കെ കണ്ട് നമ്മൾ TC ഒക്കെ കൊടുത്ത് അവിടെ അഡ്മിഷനൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം കുറേ ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് മേടിക്കാൻ തന്നു. അപ്പോഴാണ് ഹയക്കൊരാഗ്രഹം, ഹയൻ്റെ ക്ലാസ് റൂമിലൊന്ന് പോകണം, LKG പഠിച്ച റൂമിലൊന്ന് പോകണം പറഞ്ഞിട്ട് ഞാനും ഹയ അങ്ങോട്ട് നടപ്പായിട്ടോ. അപ്പോൾ ഹയ പറഞ്ഞു ക്ലാസ്സിൻ്റെ അവിടെ പോയി നിന്നിട്ട് എനിക്ക് എൻ്റെ ക്ലാസ് ഇങ്ങനെ പ്രീതി മാമിനെ അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയണം കേട്ടോ. അവളുടെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ പ്രീതി ടീച്ചറായിരുന്നു. ആ മാമിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് ഇഷ്ടത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അവൾക്ക് LKGയിൽ ഒരേ യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വർഷം മൊത്തം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി വരാൻ തന്നെ നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾ നല്ല കെയറിങ് ആയി ടീച്ചറിൻ്റെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹവും ഇഷ്ടമൊക്കെ ആ ടീച്ചറിൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ മണിക്കുട്ടിന് ഒരു ടെക്സ്റ്റേ കിട്ടുള്ളൂ, ബാക്കി നോട്ട്ബുക്കുകളൊക്കെ കിട്ടി. അത് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ അവിടുന്ന് നേരെ വിട്ടത് ലാബിലോട്ടാണ്. ഹൈയുടെ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് അലർജി ടെൻഡൻസി ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ അതിന് മരുന്നപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ഇവൾക്ക് ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പേടില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ഇഞ്ചക്ഷൻ ആണെങ്കിലും ഒരുപാട് ടെസ്റ്റുകളും ചെറുതിലേ അവൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മൂക്കിൻ്റെ ഒരു പ്രോബ്ലം കാരണം അവൾക്ക് ആ ഒരു പേടിയൊക്കെ പോയ പോലെ തോന്നിയിട്ട് പിന്നെ എനിക്ക് തോന്നി പഠിച്ചവനായിട്ട് അവൾക്കും കൊണ്ട് അതിനെ തോന്നിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാൻ അവൾ വെക്കുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നൈറ്റായിരുന്നു മണിക്കുട്ടൻ്റെ ഓരോ പരീക്ഷണങ്ങളായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അവനക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും തന്നെ ചെയ്തോട്ടെ എന്നുള്ളത് പോലെ വിടും കേട്ടോ. പിന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ എല്ലാം റെഡി ആവാറുണ്ട്. പിന്നെ ആ ഒരു ഇഷ്ടത്തിനെ കളയണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.